Hi dear friends, welcome to Dildos. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പോകുന്നത് മെർക്കിസ്റ്റൺ എസ്റ്റേറ്റിലാണ്. സ്റ്റേ ആണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ആണ് ഞങ്ങളിപ്പോൾ ഓഫ് റോഡ് വന്നിരിക്കുന്നത് കേട്ടോ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽഡോസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങൾ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് കേട്ടോ സ്റ്റേ ആണ് പ്ലാനിങ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളിപ്പോൾ കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ബോർഡ് കണ്ടേ നോക്കി. എസ്റ്റേറ്റ് ഫാക്ടറി. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽഡോസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങൾ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് പൊന്മുടി ഉള്ളത് കേട്ടോ, അവിടെയാണെന്ന് സ്റ്റേജ് പ്ലാൻഡ് ആയിരുന്നായിരുന്നു. ഞങ്ങളിങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ എത്തിയത് ഭയങ്കര ഇരുട്ടായിട്ടാണ്. പക്ഷേ ഒരു 6-7 മണി, അതുകൊണ്ടിപ്പോൾ നമുക്ക് അധികം വിഷ്വൽസൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അടുത്ത് ഈ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ അപ്പുറത്തൊരു വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മിക്കവാറും നിങ്ങൾ നാളെ രാവിലെ ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫുഡ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി പറയണം. എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഉണ്ടാക്കി അവരിന്ന് വന്ന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു വലിയൊരു 4 റൂമുള്ളൊരു ബിൽഡിങ്ങാണ്. പഴയ മോഡല്. താരിഫ് എങ്ങനെയാണ് അതൊക്കെ ഡീറ്റെയിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ ഭക്ഷണം എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പറയാം. ആക്ച്വലി ഞങ്ങളിങ്ങ് വരുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വേണമെന്ന് ചോദിച്ചിരുന്നു. അത് ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഇതൊരു ഡ്രസ്സിങ് ഏരിയ കേട്ടോ. പിന്നെ സോഫ സെറ്റ് വരുന്നത്. സോഫ സെറ്റ് അതല്ലാതെ ഒരു ടേബിളും ചെയറും ഉണ്ട്. ഇത് ഭക്ഷണമൊക്കെ കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാണ് പറയും. പിന്നെ വന്ന ഉടനെ തന്നെ ഒരു ചായ, പിന്നെ പിള്ളേരുള്ളവർക്ക് പാൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് കാണുമായിരിക്കും, പക്ഷേ എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും ബാക്കിയുള്ളതെല്ലാം നമുക്ക് വരുന്ന വീഡിയോസ് കാണാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ വെള്ളച്ചാട്ടം. അതുപോലെ ചീവീട് ഇതെല്ലാം ശബ്ദം കേൾക്കും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് പറഞ്ഞിരിക്കുന്നത് ചപ്പാത്തിയും എഗ് കറിയുമാണ്. അപ്പോൾ എഗ് കറിയും ചപ്പാത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്.
നല്ല ഫുഡ്, ഒരു ഹോംലി ഫുഡ് എന്ന് തന്നെ പറയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽറോസ് ബ്ലോഗ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മർക്കിസ്റ്റൺ എസ്റ്റേറ്റ് പൊന്മുടിയിലാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ്. പിന്നെ വാട്ടർഫാളിലോട്ടുള്ള വഴി ഞാൻ ഇറങ്ങുവാണേ. നോക്കി, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. കാണുന്നുണ്ട് ടീ ഫാക്ടറി. ഇവിടെ നല്ലൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. രാത്രി കംപ്ലീറ്റ് നമ്മൾ കിടക്കുന്ന അവിടെ മൊത്തം ഈ വാട്ടർഫാളിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാതെ.
ഇതാണ് കേട്ടോ അവിടുത്തെ തേയില ഫാക്ടറി. പക്ഷെ ഇപ്പം മെയിൻ്റെനൻസ് ആണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇപ്പം അകത്ത് കയറുന്നില്ല. പ്രോസസ്സിങ് ഇവിടെയാണെന്നാണ് പറയുന്നത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ഓഫ് റോഡ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ മക്കിസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ബാക്ക് കൂടെ ഒരു ഓഫ് റോഡ് ട്രെക്കിങ്ങും ഉണ്ട്. നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. അതറിയാം, അത് വീട്ടിൽ പോയി നോക്കാം. ഭാരതി വിനോദാണ് ഓഫ് റോഡിന് വന്നിരിക്കുന്നത് കേട്ടോ. തേയില ഇങ്ങനെ ഓരോ സമയം വെച്ചാണ് ഓരോ സൈഡിൽ നിന്നുള്ളത്, ഓരോ ഏരിയ വെച്ചിട്ടല്ലേ. ബാക്കി നോക്കണ്ട, ഒന്നും ആൾക്കാരെ ഇതിൽ എവിടെ മെയിൻ്റെനൻസ് അല്ലേ ഫാക്ടറി കൊണ്ടുപോകും. ഫാക്ടറി ഏകദേശം ഒരു 6-7 വാട്ടർഫാൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ദിവസം എന്തായാലും വരുന്നവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ.
ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽഡോസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് പൊന്മുടിയിൽ എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനൊരു ഓഫ് റോഡിങ് ഉണ്ട്, തകർപ്പന ഓഫ് റോഡിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പരീക്ഷിക്കാം. നല്ലൊരു എൻവോൺമെൻറ്റ് കേട്ടോ. നോക്കിയേ, ഫുൾ മഞ്ഞ്, വെള്ളം. ഏകദേശം 750 ഏക്കറോളം ഉണ്ടെന്നാണ് പറയുന്നത് ഈ സ്ഥലം, ഈ എസ്റ്റേറ്റ്. അതിനൊരു ഫാക്ടറി ഉണ്ട്, പക്ഷേ ഫാക്ടറി ഇപ്പോൾ തൽക്കാലം മെയിൻ്റെനൻസ് അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റുന്നില്ല. ബാക്കി നല്ലൊരു ആംബിയൻസ്. ഏകദേശം ഒരു 1-1.5 മണിക്കൂറെങ്കിലും മിനിമം എനിക്ക് തോന്നുന്നു ട്രക്കിംഗ്, ഓഫ് റോഡിങ് കിടിലം ഓഫ് റോഡിങ്. തേയിലത്തോട്ടത്തിനകത്ത് കൂടെ പറ്റി കിടിലം ഓഫ് റോഡിങ് കേട്ടോ. നോക്കിയേ, ഒരു ഏകദേശം ഒരു 7-8 വെള്ളച്ചാട്ടം ഈ എസ്റ്റേറ്റിനകത്ത് തന്നെ ഉണ്ട്. ഒത്തിരി വാട്ടർഫാൾസ് ഉണ്ട്, അറൗണ്ട് 6 to 7 വാട്ടർഫാൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒത്തിരി ലീച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവർ ബൂട്ടൊക്കെ ഇട്ട് വരാൻ നോക്കുക. നോക്കി കാലി നോക്കി. ആ ഹാ 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 ഹാ. അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ താമസിച്ചത് ഇതിനകത്ത് 4 റൂമുകളാണ് അവൈലബിൾ. ഇതുപോലെ താഴെ ഒരെണ്ണമുണ്ട് കേട്ടോ. അതിനകത്ത് 3 റൂമാണെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷെ പോയില്ല. എന്തായാലും ഒരു പറ്റിയ നല്ലൊരു എൻവോൺമെൻറ്റാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽഡോസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങളിന്ന് മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് പൊന്മുടി എക്സ്പ്ലോർ ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ റൂം റെൻറ്റ് ഒരു ദിവസത്തേക്ക് 2500 രൂപ റൂം റെൻറ്റ് വരുന്നുണ്ട്. ട്രക്കിങ്ങിന് 500 രൂപ, ഒരു സ്പെഷ്യൽ സെപ്പറേറ്റ് ആണ്, 500 രൂപയാണ്. പിന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കേട്ടോ. എനിക്ക് ഒറ്റ ദിവസത്തേക്ക് റൂം റെൻറ്റ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റും ട്രക്കിങ് കൂടിയിട്ട് വന്നിരിക്കുന്നത് 3540 രൂപയാണ് കേട്ടോ. പിന്നെ ഗൂഗിൾ പേ ഒരു അക്സെപ്റ്റബിൾ ആണ്. ഒരു ദിവസത്തേക്ക് വന്ന് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിൽഡോസ് വ്ലോഗ്.
അങ്ങനെ ഞങ്ങളുടെ ചാനൽ കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പല വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ.